الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم ബഹുമാനിയായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന നിമിഷം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെവരെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്നത് വരെയും തുടർന്നു പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും അനുസരിച്ച് കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ചു തന്നു ഒരിക്കൽ കൂടി ആദരണീയമായ റമദാനിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. അർഹമുർ-റഹീമിനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടി ഈ റമദാനിന്റെ എല്ലാ സൽഫലങ്ങളും നേടിയെടുക്കാനും റമദാൻ പൂർത്തീകരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ ആദ്യാവസാനം ആസ്വാദ്യകരമായ ഒരനുഭവമാക്കുന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് ആരാധനകളെയും ആസ്വാദ്യകരമാക്കാൻ കഴിയുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ട ഒരു കലയാണ്. ഈ കല കൈമോശം വന്നാൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരമായാലും നോമ്പായാലും മറ്റ് ആരാധനകളായാലും അതൊക്കെ കേവലം ചടങ്ങുകളായി മാറും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പതിവ് ശീലങ്ങളുടെ ഒരുതരം യാന്ത്രികതയും ആവർത്തന വിരസതയും നമ്മുടെ ഇബാദത്തുകളെ പലപ്പോഴും നിർവികാരവും നിർജ്ജീവമാക്കുമെന്നതാണ്. ആരാധനകളും അനുഷ്ഠാനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ സൂര്യൻ പുതിയ പ്രഭാതങ്ങളെ സൃഷ്ടിക്കുന്നത് പോലെ
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നവോന്മേഷവും പുതിയ ഊർജവും നൽകുന്നതാകണം. മറിച്ച് സംഭവിച്ചാൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകൾ പലപ്പോഴും നമുക്ക് ഭാരമായി മാറുക എന്നതാണ് സംഭവിക്കുക. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 45-ാമത്തെ ആയത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിർബന്ധിതമായി ചുമലിൽ എടുത്തുവെച്ച ചുമടുകൾ പോലെ നമ്മുടെ ഇബാദത്തുകൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്ന് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഖുശൂ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം വലിയ ഭാരമായിരിക്കുമെന്ന്. ഖുശൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവികാരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾക്ക് സംഭവിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് പടച്ചവന പറയുന്നത്. നമ്മുടെ ഹൃദയ പങ്കാളിത്തമില്ലാത്ത കേവലം അധര വ്യായാമങ്ങളായി അല്ലെങ്കിൽ ശാരീരികമായ വ്യായാമങ്ങളായി നമ്മുടെ ഇബാദത്തുകൾ തരംതാന്നു പോകാതിരിക്കാൻ, അതപ്പതിച്ചു പോകാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെ നമ്മുടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കാൻ കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ അവയുടെയൊക്കെ ആത്മീയമായ അനുഭൂതി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക. ആരാധനകളുടെ ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ആ ആരാധനകൾ നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പ്രാപ്തമാകുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. നമ്മുടെ അകം നന്നാക്കാൻ നമ്മുടെ ആരാധനകൾ സഹായകമാവുക അപ്പോഴാണ്. നമ്മുടെ അകം നന്നാക്കാനുള്ള വഴിയും വെളിച്ചവുമാണല്ലോ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ആരാധനകളും. പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ ഒരു പതിവ് ശീലം മാത്രമായി പരിമിതപ്പെട്ടു പോയതുകൊണ്ട്, അതല്ലെങ്കിൽ യാന്ത്രികമായി പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ജീവിത നിലപാടുകളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ആത്മീയമായ അനുഭൂതികളുടെ കലവറയായ ഈ അനുഗ്രഹീത മാസത്തെ കേവലം യാന്ത്രികമായി നമ്മൾ സമീപിക്കരുത് എന്നാണ് ഒരു വസിയത്തായി പ്രിയമുള്ളവരോട് സൂചിപ്പിക്കാനുള്ളത്. നോമ്പെടുക്കുന്ന ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെയാണ്. നമ്മൾ ഈ റമദാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില അനുഭൂതികളുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനാണല്ലോ മനുഷ്യനെ നിർബന്ധിക്കേണ്ടി വരാറുള്ളത്. പടച്ച റബ്ബിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അവർ അനുഷ്ഠിക്കുന്ന ആരാധനകളെ സംബന്ധിച്ചിടത്തോളം അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാരങ്ങളാവുകയില്ല, മറിച്ച് ഏറ്റവും വലിയ ആസ്വാദ്യകരമായ അനുഭവമായിരിക്കും. അതല്ലെങ്കിൽ ആത്മീയ അനുഭൂതികളുമായി, ആനന്ദങ്ങളായി ആരാധനയെ അനുഭവിക്കാൻ സാധിക്കും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വെള്ളത്തിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ഒരു മത്സ്യത്തെ പിടിച്ചിട്ടാൽ ആ മത്സ്യം ഇങ്ങനെ പിടച്ചു വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസത്തിന്റെ, ഒരാനന്ദത്തിന്റെയും ഒരു ശാന്തതയുടെയും ഒരു അനുഭവം ഉണ്ടല്ലോ. ഇതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനകൾ ഈ അർത്ഥത്തിൽ നമുക്ക് അനുഭൂതി നൽകുന്ന ഒരു അനുഭവമാകണം. എത്തേണ്ടിടത്ത് എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ പടച്ചവനുമായി ചേർന്ന് നിൽക്കുന്നതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുന്ന് സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഭയം തേടാറുള്ളത് ആരാധനകളിലായിരുന്നു എന്ന് ഹദീസുകൾ. ഇദാ ഹസബഹു അംറുൻ ഔ അസാബഹു ഹമ്മുൻ ഫറ ഇല സ്വലാ എന്ന്. റസൂലുള്ളാഹിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ബേജാറ് പ്രവാചകനും അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ഫറ ഇല സ്വലാ എന്നാണ്, നമസ്കാരത്തിലേക്ക് റസൂലുള്ളാഹി ഓടുമായിരുന്നു എന്നാണ്. അങ്ങനെ തന്റെ നാഥനുമായി മുനാജാത്ത് നടത്തി ആ നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടി പിരിയുന്നതോടുകൂടി പ്രവാചകന്റെ മുഖം വളരെ ശാന്തമാണ്. പ്രവാചക ജീവിതത്തിലെ അത്യന്തം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ ബദറിന്റെ തലേ ദിവസം. പിറ്റേന്ന് നടക്കാനിരിക്കുന്ന സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനം, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മഹാസംഭവം. ആ സംഭവത്തിന്റെ തലേ ദിവസം റസൂലുള്ളാഹിനെ നമ്മൾ കാണുന്നത് ബദറിന്റെ മണൽത്തരികളെ പോലും തന്റെ കണ്ണുനീര് കൊണ്ട് കുതിരുമാറ് റസൂലുള്ളാഹി നമസ്കാരത്തിൽ കിടക്കുന്നതാണ്, സുജൂദിൽ കിടക്കുന്നതാണ്. അങ്ങനെ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുന്ന പ്രവാചകന്റെ മുഖം ശാന്തമാണ്. അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. പടച്ചവന്റെ സഹായത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് റസൂൽ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, റമദാനിലെ അനുഭൂതികൾ, നമ്മൾ ഇപ്പോൾ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ ഈ റമദാനിലെ അനുഭൂതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി
അത് അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. നോമ്പിൽ ഒരുപാട് അനുഭൂതികൾ നമുക്കുണ്ട്. ആത്മസംയമനത്തിന്റെ അനുഭൂതിയുണ്ട്. ഒരു സായിബിന് അല്ലെങ്കിൽ ഒരു നോമ്പുകാരന് സമരത്തിന്റെ അനുഭൂതിയുണ്ട്. നോമ്പുകാരന് പ്രാർത്ഥനയുടെ അനുഭൂതിയുണ്ട്. ആത്മപരിശോധനയുടെ ആനന്ദം അനുഭവിക്കാൻ കഴിയണം ഒരു നോമ്പുകാരന്. ആർദ്രതയുടെയും അലിവിന്റെയും സഹാനുഭൂതിയുടെയും സമസൃഷ്ടി സ്നേഹത്തിന്റെയും ഒക്കെ ആനന്ദം അനുഭവിക്കാൻ കഴിയും നോമ്പുകാരന്. നോമ്പും നോമ്പിലെ ഇതര സന്ദർഭങ്ങളും ഇതുപോലുള്ള സന്ദർഭങ്ങളുമൊക്കെ ഒരു അനുഭൂതിയാക്കാൻ കഴിയുമെങ്കിൽ, ആസ്വാദ്യകരമായ ഒരു അനുഭവമാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ ഈ റമദാനും നോമ്പും ജഡസമാനമായ അവസ്ഥയിലേക്ക് തരം താഴുകയില്ല എന്ന് കൂടി നമ്മൾ അറിയണം. ഒന്നാമതായി നോമ്പുകാരൻ അനുഭവിക്കാനുള്ള സംയമനത്തിന്റെ അഥവാ ആത്മനിയന്ത്രണത്തിന്റെ അനുഭൂതിയാണ്. അല്ലെ, നോമ്പുകാരൻ എന്താണ് ശീലിക്കുന്നത് അല്ലെങ്കിൽ ശീലിക്കേണ്ടത്? നോമ്പുകാരായ നമ്മൾ എന്താണ് ഈ റമദാനിലൂടെ ശീലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആത്മനിയന്ത്രണമാണ്, ആത്മസംയമനമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രയോഗവൽക്കരിക്കുന്നത് ആ നിയന്ത്രണമാണ്. പകലന്തിയോളം പടച്ചവന്റെ കൽപ്പനക്കൊത്ത് നമ്മെ നിയന്ത്രിക്കുന്നതിൽ നമ്മൾ ലഭിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ അനുഭൂതിയിലാകണം നോമ്പുകാരൻ. നോമ്പ് തുറക്കാൻ റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ, 6:36 അല്ലെങ്കിൽ 6:37. അതിനെക്കുറിച്ചുള്ള നല്ല ജാഗ്രതയിൽ ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ, സമയമായാൽ പിന്നെ താമസമില്ല. അല്ലെ, റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം എന്റെ സമുദായം നന്മയിലായിരിക്കുമെന്ന്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുസ്ലിം ഉമ്മത്ത് കൃത്യസമയത്ത് നോമ്പ് തുറന്നാൽ അവർ തൗഹീദിലായിരിക്കുമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പടച്ചവന്റെ ഒരു നിർദ്ദേശം, അതിന്റെ അടിസ്ഥാനം ഇതാണ്. അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം, പടച്ചവന്റെ ഒരു കൽപ്പന, അത് കൃത്യമായി പാലിക്കുന്ന, എന്ന് പറഞ്ഞാൽ വിരമിക്കാൻ പറഞ്ഞ നിമിഷം വിരമിക്കുന്ന, കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് വിശ്വാസി പുലർത്തുന്ന ഒരു ജാഗ്രതയുണ്ടല്ലോ. സംഅല്ലി റബ്ബി വത്താഹ, എന്റെ റബ്ബിന്റെ കൽപ്പന, അതിനോടുള്ള എന്റെ ഒരു അനുസരണം. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുമെങ്കിൽ, എന്റെ റബ്ബ് എന്നോട് പറയുന്ന നിമിഷം പറയുന്നത് നിർവഹിക്കാൻ ചെയ്യാൻ എനിക്കൊരു താമസവുമില്ല. അത്രയും കരുതലോടെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണ് പടച്ചവന്റെ ഒരു കൽപ്പനയുടെ ആ നിമിഷം എത്താൻ. അല്ലെ, ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മ എത്താൻ കഴിയുമെങ്കിൽ അവർ വഴിമാറുകയില്ല, വ്യതിചലിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിന്റെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോമ്പുകാരൻ ആത്മസംയമനം പാലിക്കുന്നത് നമുക്കറിയാം. വലിയ രണ്ട് പ്രലോഭനത്തിന്റെ പ്രധാനപ്പെട്ട വാതിലുകൾ, വലിയ പ്രധാനപ്പെട്ട രണ്ട് പ്രലോഭനങ്ങളുടെ വാതിലുകളെ കൊട്ടിയടച്ചുകൊണ്ടാണല്ലോ. ഒന്നാമത്തേത് അന്നപാനീയങ്ങളുടെ വാതിലാണ്, രണ്ടാമത്തേത് ലൈംഗികമായ ആസ്വാദനത്തിന്റെ വാതിലാണ്. ഇവ രണ്ടും നിയന്ത്രണത്തിലാക്കിയിട്ടാണല്ലോ നോമ്പുകാരൻ സംയമനം പരിശീലിക്കുന്നത്, ആത്മനിയന്ത്രണം ശീലിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഉള്ള ഒരു പരാമർശമുണ്ട്, അസ്സൗമു ജുന്ന എന്ന്. നോമ്പ് ഒരു പരിചയാണ് എന്ന്. അസ്സൗമു ജുന്ന എന്ന് പറയുമ്പോൾ എല്ലാവിധ പ്രലോഭനങ്ങളെയും, പൈശാചികമായ സകല പ്രലോഭനങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ഒരു പരിചയാകണം വിശ്വാസികൾക്ക് നോമ്പ് എന്നാണ്. സംസാരത്തിൽ നിയന്ത്രണം, പ്രവൃത്തികളിൽ ഒരു നിയന്ത്രണം. മല്ലം യത് ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു. തെറ്റായ വാക്കും തെറ്റായ പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നതിന് അയാൾ അനാവശ്യങ്ങൾ പറയുന്നു, ഒരാൾ നോമ്പെടുക്കുന്നതിന് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു, ആളുകളെ ചീത്ത പറയുന്നു, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നു. അങ്ങനെ ഒരാൾ പട്ടിണി കിടക്കുന്നത് കൊണ്ട് പടച്ചവൻ ഒരു കാര്യമില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നല്ല, ഇങ്ങോട്ട് വഴക്കിന് വരുന്നവരോട് പോലും ആത്മനിയന്ത്രണത്തോടു കൂടി പെരുമാറാൻ പഠിപ്പിച്ചു ഹബീബായ റസൂൽ. നോമ്പിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒന്നും എന്റെ ഭാഗത്ത് സംഭവിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ഞാൻ ആത്മസംയമനത്തിന്റെ, ഞാൻ ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനത്തിലാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മർമ്മമാണ് പ്രിയമുള്ളവരെ ഈ പരിശീലനം ശീലിക്കുക, ഈ നിയന്ത്രണം സാധിക്കുക എന്ന് പറയുന്നത്. എന്നല്ല, നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ കരുത്ത്, നമ്മുടെ ഇസ്ലാമിക ഐഡന്റിറ്റിയുടെ കരുത്ത് ഈ ആത്മനിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയമന്ത്രമാണത്. അയച്ചു വിടുന്നവനല്ല വിശ്വാസി, പിടിച്ചു നിർത്തുന്നവനാണ് വിശ്വാസി. ഈ പിടിച്ചു നിർത്താനുള്ള പരിശീലനമാണ് നാം റമദാനിലൂടെ നേടിയെടുക്കേണ്ടത്. ഈ ആത്മനിയന്ത്രണത്തിന്റെ കഴിവ് അഥവാ പിടിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത. അല്ലെ, ആത്മനിയന്ത്രണത്തിന് സാധ്യമാകുന്നില്ല എന്നതാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ
മനുഷ്യനെ ഈ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നതാണ്. സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നതാണ്. ഒരുപാട് മോഹങ്ങളുടെയും വികാരങ്ങളുടെയും ഒക്കെ മുമ്പിൽ, നമ്മുടെ സ്വഭാവങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും മുമ്പിൽ ഈ നിയന്ത്രണത്തിന്റെ അല്ലെങ്കിൽ ഈ ആത്മസംയമനത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടതിന്റെ ദുരന്ത ഫലങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കണ്ടും കേട്ടും വായിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് തന്റെ മോഹങ്ങളെ, തന്റെ ആഗ്രഹങ്ങളെ മെരുക്കിയെടുക്കാൻ കഴിയുന്നില്ല, അല്ലെ? ആഗ്രഹങ്ങളും മോഹങ്ങളും പാടില്ല എന്ന് ദീനുൽ ഇസ്ലാം പറയുന്നില്ല. കാരണം മനുഷ്യന് മോഹങ്ങൾ ഉണ്ടാകണമെന്നാണ്. മനുഷ്യന് ആംബിഷൻസ് ഉണ്ടാകുമ്പോഴാണ്, മോഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ ക്രിയേറ്റീവായി മുന്നോട്ട് പോകുന്നത്. ഒരു ആഗ്രഹവുമില്ലാത്ത, ഒരു പ്രത്യേകിച്ചൊരു മോഹവുമില്ലാത്ത മനുഷ്യൻ നിഷ്ക്രിയമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് മോഹങ്ങളെ നിഗ്രഹിക്കാൻ, മോഹങ്ങളെ വേണ്ടെന്ന് വെക്കുകയല്ല ഇസ്ലാം ചെയ്യുന്നത്, മറിച്ച് മോഹങ്ങളെ നിയന്ത്രിക്കുകയാണ് ഇസ്ലാം. മോഹങ്ങളെ നിയന്ത്രിക്കാനാണ് ദീനുൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, സന്യാസത്തെ നിരാകരിച്ച മതമാണ് ഇസ്ലാം. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം. സന്യാസത്തെ നിരാകരിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു പ്രത്യേകമായ സന്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഖസ്റുൽ അമൽ, മോഹങ്ങളെ പെരുക്കിയെടുക്കാൻ സാധിക്കുക എന്നതാണത്. നമ്മുടെ ആഗ്രഹങ്ങളിലും മോഹങ്ങളിലും ഒക്കെ മിതത്വം പാലിക്കാൻ കഴിയുക എന്നതാണത്. അഥവാ വിഹിതമായത് മാത്രം മോഹിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയണം വിശ്വാസികൾക്ക് എന്നതാണ്. എനിക്ക് അനുവദനീയമല്ലാത്തതൊന്നും അനുഭവിക്കുകയില്ല എന്ന ഒരു ആത്മനിയന്ത്രണ ശേഷി ആർജിക്കണം എന്നതാണ് വിശ്വാസികൾ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണിത്, അല്ലെ? അനുവദനീയമല്ലാത്തതൊന്നും അനുഭവിക്കാതിരിക്കാനുള്ള ആത്മനിയന്ത്രണ ശേഷി ആർജിക്കാൻ കഴിയുക. മോഹങ്ങൾക്ക് മുമ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട, ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ, അല്ലെങ്കിൽ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളുടെ അടിമയായതിന്റെ അനർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുമ്പിൽ രണ്ട് സമാന്തരമായ രേഖകൾ വരച്ചുകൊണ്ട് പഠിപ്പിച്ചല്ലോ. അതിലൊന്ന് വലിയ രേഖയായിരുന്നു, മറ്റൊന്ന് ചെറിയ രേഖയായിരുന്നു. വലിയ രേഖ എന്ന് പറയുന്നത് മോഹങ്ങളുടെ രേഖയാണ്. ചെറിയ രേഖ എന്ന് പറയുന്നത് ആയുർരേഖയാണ്. ആ ചെറിയ രേഖ അതിന്റെ അറ്റമെത്തുമ്പോൾ ആയുസ് അവസാനിക്കുന്നു, അഥവാ അത് ചെറിയ വരെയാണ്. മറ്റേത് കുറെ കൂടി വലിയ രേഖയാണ്, അത് ആഗ്രഹങ്ങളുടെ രേഖയാണ്. അത് ആയുസിന്റെ രേഖയേക്കാൾ അധികമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആയുസ് അവസാനിച്ചാലും ആഗ്രഹ രേഖയിൽ അധികവും പിന്നെയും ബാക്കിയാവുകയാണ്. എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങൾക്ക് പിറകെയുള്ള പരക്കം പാച്ചിലിലാണ് അധിക മനുഷ്യരെയും നമ്മൾ കാണുന്നത്. അത് ഭരണാധികാരിയാണെങ്കിലും ഭരണീയരാണെങ്കിലും അറ്റമില്ലാത്ത ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും മനുഷ്യനെ പല മൂല്യങ്ങളെയും, സകല മൂല്യങ്ങളെയും മറപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഭരണാധികാരികളുടെ അഴിമതികൾ അതിന്നൊരു വാർത്തയല്ലാതായി പോവുകയാണ്, അതിന്നൊരു വാർത്തയല്ലാതായി തീരുകയാണ്. പ്രാഥമികമായ ജീവിതാവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയല്ലല്ലോ കോടികളുടെ അഴിമതികൾ കാണിച്ചു കൂട്ടുന്നത്, അല്ലെ? അവരൊന്നും ജീവിക്കാൻ മുട്ടുള്ളവരല്ല, ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും വരുമാനമുള്ളവരാണ്. പക്ഷെ എന്നിട്ടും ഭരണാധികാരികളിൽ നിന്ന് കോടികളുടെ അഴിമതികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ പണമോഹത്തിന് മുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ പ്രകടമായ രൂപങ്ങളാണത്. മയക്കുമരുന്ന് മാഫിയകൾ തഴച്ചു വളരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന് മോഹങ്ങളെ മെരുക്കിയെടുക്കാൻ കഴിയാത്തിടത്ത് മൂല്യങ്ങൾ അപ്രസക്തമാകുന്നു എന്നതാണ്. മോഹങ്ങളെ മെരുക്കിയെടുക്കാൻ മനുഷ്യന് കഴിയാതാകുന്നിടത്ത് മൂല്യങ്ങൾ അപ്രസക്തമാകുന്നു എന്നതാണ്. അതുകൊണ്ടൊരു തലമുറയെ തന്നെ നശിപ്പിച്ചാലും പ്രശ്നമില്ല, ഒരു തലമുറ ലഹരിയിൽ എരിഞ്ഞൊടുങ്ങിയാലും പ്രശ്നമില്ല, തങ്ങൾക്ക് പണമുണ്ടായാൽ മതി എന്നതാണ്. പാവപ്പെട്ടവന്റെ അധ്വാന ഫലം ഊറ്റിയെടുത്തുക്കുന്ന, അങ്ങനെ അവരുടെ ജീവിതത്തെ അങ്ങേയറ്റം പ്രയാസകരമാക്കുന്ന, അതുവഴി തടിച്ചു കൊടുക്കുന്ന പലിശ സംഘങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? കുടുംബങ്ങൾ തകർന്നാലും ശരി, സമൂഹത്തിൽ തിന്മകൾ തഴച്ചു വളർന്നാലും കുഴപ്പമില്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായാലും പ്രശ്നമില്ല, സർക്കാരിന് വരുമാനമുണ്ടായാൽ മതി എന്ന നിലപാടിൽ നമ്മുടെ നാട്ടിൽ മദ്യമൊഴുക്കാനുള്ള നിലപാടുകളുമായി ഭരണാധികാരികൾ, അല്ലെ? അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും സമയം വർദ്ധിപ്പിച്ച് പാതിരാവരെ കേരളത്തിലെ ബാറുകളിലൊക്കെ മദ്യം യഥേഷ്ടം ലഭ്യമാക്കുന്ന സാഹചര്യം. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തകർന്നാലും കുഴപ്പമില്ല, മനുഷ്യന്റെ ബോധം നശിച്ചാലും പ്രശ്നമില്ല, അതുകൊണ്ടുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് വിഷയമല്ല, സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വന്നാൽ മതി. പ്രിയമുള്ളവരെ, ഇത് ഇവിടെയും അവസാനിക്കുന്നില്ല. ഈ മോഹങ്ങളെ മെരുക്കാൻ കഴിയാത്തതിന്റെ ദുരന്ത ഫലങ്ങൾ, പേരക്കുട്ടികളുടെ പ്രായം പോലുമില്ലാത്ത പിഞ്ചു കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ട് പോയി ക്രൂരത കാട്ടുന്ന മനുഷ്യ പിശാചുക്കൾ എന്തിന്റെ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ എന്തിന്റെ തെളിവുകളാണ്? മോഹങ്ങളുടെ മലവെള്ളപ്പാച്ചിലിൽ സ്വന്തത്തെ പിടിച്ചു നിർത്താനുള്ള, സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ തെളിവുകളാണിത്, അല്ലെ? ഉള്ളിൽ മുളപൊട്ടുന്ന അവിഹിതങ്ങളോടും അരുതായ്മകളോടും മ്ലേച്ഛമായ മോഹങ്ങളോടുമൊക്കെ
അതുപോലെ തന്നെ അധമ വിചാരങ്ങളോടുമൊക്കെ നോ എന്ന് പറയാൻ കഴിയാത്ത മനുഷ്യൻ, എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിൽ നമ്മൾ ശീലിക്കേണ്ടത് ഈ സംയമനമാണ്, ഈ ആത്മനിയന്ത്രണ ശേഷിയാണ്. ദേഹേച്ഛയുടെ അടിമകൾ അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദേഹേച്ഛയ്ക്ക് പകരം, ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പകരം പടച്ചവന്റെ ഇച്ഛ സ്ഥാപിതമാകുന്ന ഒരു പുതിയ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ നോമ്പിലൂടെ സാധിക്കേണ്ടതുണ്ട്. നോമ്പ് നമ്മളെ എത്തിക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ശാരീരികമായ അഭിലാഷങ്ങളെ, നമ്മുടെ ദേഹേച്ഛങ്ങളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുക. അനുവദനീയമായ ആഹാരം പോലും അള്ളാഹു കൽപ്പിച്ചത് കാരണം കഴിക്കാതിരിക്കുന്ന നമ്മൾ, അല്ലെ, പടച്ചവൻ കൽപ്പിച്ചത് കൊണ്ട് നിശ്ചിത സമയം 12-13 മണിക്കൂറുകൾ നേരത്തെ സാധാരണഗതിയിൽ അനുവദനീയമായിരുന്ന ആഹാരം പോലും പടച്ചവൻ വിലക്കിയെന്നത് കൊണ്ട് കഴിക്കാതിരിക്കുന്ന നമ്മൾ അനുവദനീയമല്ലാത്തതൊന്നും ആഹരിക്കുകയില്ല എന്ന നിലപാടിലെത്താൻ 10-30 നാളുകളിലൂടെ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് കഴിയേണ്ടതല്ലേ? അനുവദിക്കപ്പെട്ട ഇണചേരൽ അള്ളാഹു വിലക്കിയ നോമ്പ് വേളകൾ വേണ്ടെന്ന് വെച്ച മനുഷ്യന് അവിഹിതമായ ബന്ധങ്ങളോട് നോ പറയാൻ സാധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിഹിതമായ വഴിവിട്ട മാർഗം അവലംബിക്കുകയിൽ നിന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇച്ഛാശക്തി ആർജിക്കാൻ നമ്മുടെ നോമ്പ് നമ്മളെ പ്രാപ്തമാക്കേണ്ടതല്ലേ? കോപമാകുന്ന വികാരത്തിന് മുന്നിൽ പലപ്പോഴും നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടാറുണ്ടല്ലോ. നോമ്പെടുക്കുമ്പോ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് നോമ്പെടുക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നത്? നേരെ തിരിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തി മത്സരത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മല്ലയുദ്ധത്തിൽ എതിരാളിയെ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. ആ ആത്മനിയന്ത്രണ ശേഷി ഉണ്ടല്ലോ, ആ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടല്ലോ, ശക്തിയുടെ ശക്തിയുടെ മാനദണ്ഡമായി നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ, നമ്മുടെയൊക്കെ മാനദണ്ഡങ്ങളെ തിരുത്തിക്കൊണ്ട് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നതാണ്, അല്ലെ? യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, സംയമന ശേഷി, സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുക. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വത്തെ കരുത്തുറ്റതാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ കഴിയുമ്പോഴും നിയന്ത്രിക്കാൻ കഴിയുക, പ്രതികരിക്കാൻ സാധ്യമാകുമ്പോഴും നിയന്ത്രിക്കാനുള്ള ശേഷി ആർജിക്കുക, എന്നോട് മോശമായി പെരുമാറുന്നവനോട് വിട്ടുവീഴ്ച കാണിക്കാൻ സാധിക്കുക, പ്രതികരിക്കാൻ ശേഷിയുള്ളപ്പോൾ തന്നെ. പരിശുദ്ധ ഖുർആൻ ആദം സന്തതികളുടെ കഥ പറഞ്ഞിടത്ത്, അല്ലെ, പാപിയായ കാബീലിനോട് സാത്വികനായ ഹാബീൽ പറയുന്നുണ്ടല്ലോ, തന്നെ ഉപദ്രവിക്കുമെന്ന്, അല്ല തന്റെ കഥ കഴിക്കുമെന്ന് തന്നെ പറഞ്ഞ ദുഷ്ടനായ ഹാബീലിനോട് ഹാബീൽ പറയുന്നത് എന്താണ്? നീ എന്നെ വധിക്കാൻ, നീ എന്റെ കഥ കഴിക്കാൻ വേണ്ടി നീ എന്റെ നേരെ കൈ ഉയർത്തിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ ഒരിക്കലും നിന്റെ നേരെ കൈ നീട്ടുകയില്ല. കാരണം എന്താ? എന്റെ കൈക്ക് കരുത്തില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് നിന്നേക്കാൾ ആരോഗ്യത്തിൽ കുറവുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുടനീളം അവന്റെ നിലപാടായി വളർത്തിയെടുക്കേണ്ട മനോഹരമായ ഒരു വാചകമാണിത്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ പടച്ച റബ്ബിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിയന്ത്രണവും സംയമനവും മനുഷ്യൻ ശീലിക്കേണ്ടത് പടച്ചവനോടുള്ള ഭയവികാരം കൊണ്ടാണ്. തഖ്വയെ കുറിച്ച് പറഞ്ഞിടത്ത് ഇമാം അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചല്ലോ, തഖ്വയുടെ 1ാമത്തെ ഭാഗം എന്ന് പറഞ്ഞ അൽ ഖൗഫു മിനല്ലാഹ്, പടച്ചവനോടുള്ള ഭയവികാരമാണ്, അല്ലെ? നാഥനെ നാളെ കണ്ടുമുട്ടുമ്പോ പാപഭംഗിരമായ ചോര പുരണ്ട കൈകളുമായി ചെന്നു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ എന്നെ ദ്രോഹിച്ചാലും, നീ എന്നെ വധിക്കാൻ വേണ്ടി കൈ ഉയർത്തിയാലും ഞാൻ അക്രമത്തിന്റെ വഴി സ്വീകരിക്കുകയില്ല. കാരണം എന്റെ പാപവും നിന്റെ പാപവും പേറി നീ തന്നെ പൊയ്ക്കോ പടച്ചവനിലേക്ക്. അങ്ങനെ നരകാവകാശികളായി തീരാൻ നീ ഒരുങ്ങിക്കോ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആത്മനിയന്ത്രണ ശേഷി ആർജിക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും നോമ്പിലൂടെ സാധിക്കണം. നാളെ നാഥന്റെ മുമ്പിൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന വിചാരത്താൽ നമുക്കൊക്കെ നമ്മുടെ ദേഹേച്ഛകൾക്ക്, നമ്മുടെ ശാരീരികമായ ഇച്ഛകൾക്ക്, നമ്മുടെ അവീതമായ മോഹങ്ങൾക്ക്, നമ്മുടെ കോപവികാരങ്ങൾക്ക്, നമ്മുടെ സാമ്പത്തികമായ ദുർമോഹങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന ഒരു സംസ്കാരം സകല ചലനങ്ങളെ സംബന്ധിച്ചും, നമ്മുടെ സകല സംസാരങ്ങളെ സംബന്ധിച്ചും, നമ്മുടെ സകല വിചാരങ്ങളെ സംബന്ധിച്ചും, നമ്മുടെ സകല ചെയ്തികളെ സംബന്ധിച്ചും, ഓരോ ചുവടനക്കങ്ങളെയും ചുണ്ടനക്കങ്ങളെയും സംബന്ധിച്ചും മാ തഖൂലു ലിറബ്ബിക ഗദ, നാളെ നിന്റെ നാഥനോട് നീ എന്ത് പറയും? നാളെ നിന്റെ നാഥനോട് നീ എന്ത് സമാധാനം പറയും? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓരോ കർമ്മം ചെയ്യുമ്പോഴും സ്വന്തത്തോട് ചോദിച്ച ചോദ്യമാണത്. ഉമറേ, മാ തഖൂലു ലിറബ്ബിക ഗദ, നാളെ നീ നിന്റെ നാഥനോട് എന്ത് മറുപടി പറയും?
ഈ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ഈ പറയുന്നതിനെ സംബന്ധിച്ച് നിനക്ക് നാളെ നാഥനോട് എന്ത് പറയാൻ കഴിയും? നാഥന്റെ മുമ്പിൽ സമാധാനം പറയാൻ കഴിയാത്ത ഒന്നും നീ ഇന്ന് ചെയ്യരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു കരുത്തുറ്റ ബോധമായി തീരുകയും ആ ബോധത്താൽ സകല വികാര വിചാര സംസാര പെരുമാറ്റ പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ സാധിക്കുകയും ചെയ്യണം. നമുക്ക് അതിനുള്ള ഏറ്റവും മികച്ച ഒരു സന്ദർഭമായി ഈ വ്രതവേളയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പരലോകവും പരലോകത്തെ വിചാരണയും അവിടുത്തെ സ്വർഗ നരകങ്ങളും ഒക്കെ നമ്മുടെ അകക്കണ്ണിൽ തെളിഞ്ഞു നിൽക്കണം, ഹൃദയ മസ്തിഷ്കങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെയൊക്കെ മുൻഗാമികൾ, നമുക്ക് മുമ്പ് കടന്നുപോയ നമ്മുടെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങൾ അത്തരം ഒരു മാതൃകയാണ് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്നത്. ഒരു കൊല്ലൻ തന്റെ ആലയിൽ തീയിൽ ഇരുമ്പ് പഴുപ്പിക്കുന്നത് കാണുമ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, നാദാ നാദാ നാളെ നരകം, പടച്ചവനെ നാളെ നരകം. കൊല്ലന്റെ ആലയിൽ തീ കാണുമ്പോൾ പോലും മനസ്സിൽ നരകത്തെ കുറിച്ച് ഓർമ്മ കടന്നു വരികയാണ് അല്ലെ? മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയെ നോക്കി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അസൂയപ്പെട്ടിരുന്നു എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ മരക്കൊമ്പിലിരുന്ന പക്ഷിയെ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും, നിങ്ങൾക്ക് പക്ഷി, നീയൊക്കെ ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് നാളെ മഹ്ശറിൽ ഹിസാബ് ഉണ്ടാവുകയില്ലല്ലോ, ഞങ്ങൾക്ക് ആ ഭാഗ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. സഹാബികളിൽ ചിലർ നമ്മൾ കാണുന്ന ചരിത്രത്തിൽ സ്വന്തം വീട്ടുവളപ്പിൽ കബറ് കുഴിച്ച് ഇടക്കൊക്കെ അതിൽ പോയി കിടന്നുകൊണ്ട് സ്വന്തത്തെ മരണം ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഖബറിൽ കിടക്കണമെന്ന ബോധത്താൽ ജീവിതത്തെ സംസ്കരിക്കാൻ, ആ ബോധം ഉള്ളിലേക്ക് വരാത്തതാണല്ലോ പലപ്പോഴും ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ബോധത്താൽ സ്വന്തത്തെ നന്നാക്കിയെടുക്കാൻ, സ്വഭാവശീലങ്ങളെയും പെരുമാറ്റ മര്യാദകളെയും സാമ്പത്തിക ദുർമോഹങ്ങളെയും എന്നല്ല സകല വികാര വിചാരങ്ങളെയും പിടിച്ചു നിർത്താൻ ഈ പരിശീലനമാണ് പ്രിയമുള്ളവരെ നോമ്പിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാഥമികമായ ആവശ്യങ്ങളോട് പോലും 13ഉം 14ഉം ഒക്കെ മണിക്കൂറുകൾ അങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കാൻ പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ അരുതായ്മകളിൽ നിന്നും, പടച്ചവൻ വിലക്കിയ സകലതിൽ നിന്നും അകന്നു നിൽക്കാനുള്ള, സകല വേണ്ടാത്തരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി ആർജിക്കാൻ ഞാനും നിങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നോമ്പിലൂടെ സാധിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ധാരാളമായി ആഹാരം കഴിക്കുന്നവർക്ക് ധാരാളമായി ഉറങ്ങേണ്ടി വരുമെന്നാണ്. ധാരാളമായി ഉറങ്ങുന്നവരിൽ റമദാനിലെ ധാരാളം നന്മകൾ നഷ്ടപ്പെടുമെന്നാണ്. അങ്ങനെ റമദാനിലെ നന്മകൾ നഷ്ടപ്പെടുന്നവർ പരമ നിർഭാഗ്യവാന്മാരാണ് എന്നാണ്. അഥവാ ഈ ആത്മീയതയുടെ അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുന്നത്, ഈ ആത്മനിയന്ത്രണത്തിന്റെ ശേഷി ആർജിക്കാൻ സാധിക്കുന്നതിന് ആഹാര നിയന്ത്രണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തത്വത്തെ അതിന്റെ ആ അസലിൽ തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അല്ല തിന്നലും കുടിക്കലും നിരോധിച്ചിട്ടില്ല, പക്ഷേ കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ പരിധി കടക്കരുത്, നിങ്ങൾ അതിര് ലംഘിക്കരുത്, ദൂർത്തടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദരണീയമായ മാസത്തിന്റെ എല്ലാ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ സൽഫലങ്ങളും നേടിയെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ, നമ്മെ ആത്മനിയന്ത്രണ ശേഷി ആർജിക്കാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ഈ നോമ്പും റമദാനും ഒക്കെ പ്രയോജനപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.